എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. സൂഫ്രംസോ, സുമതി വളവ്, സർക്കിട്ട്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കൂലി സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രജനികാന്ത്, അമീർ ഖാൻ, സൗബിൻ ഷാഹിർ തുടങ്ങി ഒരുപാട് പേര് കൂലി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏവറേജ് അഭിപ്രായമാണ് കൂലി സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ മാസം 11-നാണ് കൂലി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നജാസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് വരുന്നത്. ഇന്ന് മനോരമ മാക്സിൽ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഏവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സറണ്ടർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് സറണ്ടർ. ഈ സിനിമ ഇന്ന് സൺ നെക്സ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കമ്മട്ടം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു C5-ന്റെ സീരീസാണ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ഈ സീരീസ് ഇന്ന് C5-ൽ റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഇപ്പോഴത്തെ ഇന്ന് സൺ നെക്സ്റ്റിൽ ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിന് ഫഹദ് ഫാസിലിൻ്റെ സിനിമയായിരുന്നു ഓടുംകുതിര ചാടുംകുതിര. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഫഹദ് ഫാസിൽ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പോലീസ് ഡേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മനോരമ മാക്സിലാണ് പോലീസ് ഡേ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു വടക്കൻ പ്രണയപർവ്വ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലിൻ്റെ ഓണം മൂവിയായിരുന്നു ഹൃദയപൂർവ്വം. സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. പ്രേക്ഷകർ സിനിമയെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. ദുൽഖർ സൽമാനാണ് ലോക സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ റെക്കോർഡ് തുകയ്ക്കാണ് ലോക സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നത്. 40 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നിലവിൽ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ലോക സിനിമ ഹിറ്റായിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് സർക്കിറ്റിന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ചെറിയ സിനിമ ആയതുകൊണ്ട് പെട്ടെന്ന് വാഷ് ഔട്ടായി. ആസിഫ് അലിയാണ് സർക്കിറ്റ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ സർക്കിറ്റിൻ്റെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. മികച്ച ആക്ഷനാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ബസൂക്കയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതായിരുന്നു. C5 ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ OTT റിലീസ് മാത്രം ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ നെക്സ്റ്റ് വീക്ക് ബസൂക്ക സിനിമ OTT വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സെപ്റ്റംബർ മാസം 11-നായിരിക്കും ബസൂക്ക സിനിമ OTTയിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ച സിനിമയാണ് സുമതി വളവ്. 40 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ഒരുപാട് ഹൊററും കോമഡിയും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. സുമതി വളവ് ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അർജുൻ അശോകനാണ് സുമതി വളവിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത്. നേരത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരുന്നു സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹോട്ട്സ്റ്റാർ സുമതി വളവ് ഒഴിവാക്കിയിരിക്കുകയാണ്. C5 ആണ് ഇപ്പോൾ സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത വീക്കായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ച സിനിമയാണ് സൂഫ്രംസോ. ഈ സിനിമയുടെ OTT ഇന്നലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ മാസം 5-ന് ആമസോൺ പ്രൈമിലാണ് സൂഫ്രംസോ റിലീസാക്കാൻ ഒരുങ്ങിയത്. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇതൊരു കന്നഡ മൂവിയായിട്ടും മലയാള ആരാധകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. രാജ്ബി ഷെട്ടിയാണ് സൂഫ്രംസോയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ പുതിയ ഡേറ്റ് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക്
ആയിരിക്കും സൂഫ്രംസോ ഇനി OTT-യിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT-ക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.